ഹലോ, അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാനായിട്ട് പോകുന്നത് നല്ല സോഫ്റ്റ് വെള്ളപ്പാട്ടോ. നിങ്ങൾക്കിത് കണ്ടാൽ തന്നെ മനസ്സിലാവും എത്രത്തോളം പൊങ്ങിയിട്ടുണ്ട്, എത്രത്തോളം സോഫ്റ്റ് ആയിരിക്കും എന്നുള്ളത്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് റെഡിയാക്കേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം. അതിനാദ്യം തന്നെ പച്ചേരി ഇങ്ങനെ ഒരു 4 മണിക്കൂർ വരെ കുതിർത്താനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ശേഷം അതിലത്തെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് നമുക്ക് ഊറ്റിയെടുക്കാം കേട്ടോ. പിന്നെ ഞാൻ ഈ അരി രണ്ട് ഗ്ലാസ് അരിയാണ് എടുത്ത് ഈ ഗ്ലാസ്സിൽ. അപ്പോൾ ആ ഗ്ലാസ്സിൽ തന്നെ 1 കപ്പ് തേങ്ങ ചിരകിയതെടുക്കാം. പിന്നെ നമ്മൾ ഒരു അര ഗ്ലാസ് ചോറ്, എന്ത് ചോറായാലും കുഴപ്പമില്ല, മറ്റേ മട്ടേരി അത് ആയാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് 2 മണിക്കൂർ വരെ കുതിർത്താനായിട്ട് വെച്ചിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ഈ വെള്ളം കൊണ്ട് തന്നെയാണ് നമ്മൾ ഇതൊക്കെ അരച്ചെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇത്തിരി വെള്ളം ചേർത്തിട്ടുണ്ട്. നിങ്ങൾ അതിലത്തെ വെള്ളമൊക്കെ അനുസരിച്ചിട്ട് നമുക്ക് ലൂസാക്കി എടുക്കാവുന്നതൊക്കെയാണ്. അപ്പോൾ കുറച്ചൊക്കെ ഒന്ന് കട്ടി ഉണ്ടായിക്കോട്ടെ. അങ്ങനെ അതെല്ലാം അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളൊരു ഇളം ചൂട് വെള്ളത്തിൽ കുറച്ച് ഈസ്റ്റ് കലക്കിയത് നമുക്കിതിലോട്ട് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ഇളക്കി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ചൂടായ അടുപ്പുണ്ടല്ലോ, അടുപ്പിൻ്റെ അവിടെ വെച്ച് കൊടുത്താൽ മതി. ഈ ഈസ്റ്റ് ഇടണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ. നമ്മൾ ചൂടായ അടുപ്പിൻ്റെ അവിടെ ഇത് വെച്ച് കൊടുത്താൽ തന്നെ അത് നന്നായി പൊന്തിക്കോളും. ഈസ്റ്റ് ഇടേണ്ട കാര്യം തന്നെയല്ല, നമ്മളിപ്പോൾ ഈസ്റ്റ് ഇട്ടത് കൊണ്ട് തന്നെ അത് നന്നായി പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വളരെ പതുക്കെ മാത്രം ഇളക്കി കൊടുക്കാം, നല്ല ശക്തിയിൽ ഇളക്കാൻ നിൽക്കണ്ട നമുക്ക്. അപ്പോൾ നമ്മൾ ബബിൾസൊക്കെ പൊട്ടിയിട്ട് വലിയ സുഖം ഉണ്ടാവില്ല. അപ്പോൾ ശേഷം നമുക്കൊരു കുറച്ച് വെളിച്ചെണ്ണ ചേർത്തിട്ട് അതിൽ ഒരു സ്പൂണ് പഞ്ചസാരയും കൂടി മിക്സ് ആക്കിയിട്ട് നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് പതുക്കെ ഇളക്കി കൊടുക്കാം. എന്നിട്ട് പിന്നെ സാധാരണ ഞാൻ ഈ വെള്ളപ്പച്ചട്ടി കണ്ടപ്പോഴാട്ടാ എനിക്ക് വെള്ളപ്പം ഉണ്ടാക്കണമെന്ന് തോന്നിയത്. ഇത് ഞങ്ങളുടെ അവിടെ എത്രയോ കാലം മുന്നൊക്കെ ഇടുന്നിരുന്നതാണ്, ഞങ്ങളങ്ങനെ യൂസ് ആക്കാറൊന്നുമില്ല. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഒരു നൊസ്റ്റാൾജിയ തോന്നിയിട്ടൊന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. പക്ഷേ 8ൻ്റെ പണിയായിരുന്നു എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഞങ്ങളുടെ മറ്റേ വെള്ളപ്പച്ചട്ടി പൊട്ടിപ്പോയി. അപ്പോൾ ഇതിലുണ്ടാക്കാമെന്നാണ് വെച്ചത്. വെള്ളപ്പം ഉണ്ടാക്കിയിട്ടൊക്കെ കുറച്ചായി. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഒന്ന് ഉണ്ടാക്കാൻ തോന്നി, അങ്ങനെ ഉണ്ടാക്കിയതാണ്. പക്ഷേ വിചാരിച്ചത്ര കിട്ടിയില്ല ഗൈസ്. ആകെ നിരാശാവസ്ഥയായിരുന്നു. നമ്മൾ പ്രതീക്ഷിച്ച ഒരു ഇത് കിട്ടിയില്ല. വെറുതെയാണ് ഈ വെള്ളപ്പച്ചട്ടി. ഇനി ഇതിൻ്റെ കാരണം എന്താണെന്ന് അറിയില്ല. എങ്ങനെയൊക്കെ ആക്കിയാലാണെങ്കിൽ ഇത് നന്നാവാന്നറിയില്ല. അപ്പോൾ നമ്മളിത് അടച്ചു വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇതാണ് അവസ്ഥ. ചട്ടിന്ന് ഒരു തരി പോലും അങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ്. ഒരു തരി പോലും ഇങ്ങോട്ട് പോകുന്നില്ല. ശേഷം പിന്നെ ഞാൻ വീഡിയോ എടുക്കണ്ട മതി, ആ ഒരു മൂഡ് പോയതായിരുന്നു. പിന്നെ ഞാൻ ഇതിലാണ് കേട്ടോ വെള്ളപ്പൊക്കെ ചുട്ടെടുത്തത്. പക്ഷേ ഞാൻ വീഡിയോ ഒന്നും എടുക്കണ്ടെന്ന് വിചാരിച്ചതായിരുന്നു. പിന്നെ എന്തായാലും നമ്മൾ കഷ്ടപ്പെട്ട് മെനക്കെട്ട് ഇറങ്ങിയതല്ലേ, അപ്പോൾ നമുക്ക് എന്തായാലും എടുക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിലാണ് ഞങ്ങൾ പൊതുവേ വെള്ളപ്പം ഉണ്ടാക്കാറ്. അങ്ങനെ അത് കണ്ടോ, വെള്ളപ്പം നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ മറ്റേ ചട്ടിനെ പോലെയല്ല, ഇതും നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും എത്രത്തോളം സോഫ്റ്റാണ് കാര്യങ്ങളാണെന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.